ഭാഗ്യം തരുമാറാകട്ടെ. എന്ത് ചെയ്യണം? ഒരു ദിവസം 20 വട്ടം നീ മരിക്കൂന്ന് ഓർത്താ മതി, വേറൊന്നും വേണ്ട. ഒരു ദിവസത്തിൽ 20 പ്രാവശ്യം ഞാൻ മരിക്കുമല്ലോ, ഞാൻ മരിക്കേണ്ടവനാണെന്നല്ലോ ബോധം, ആ ഒരൊറ്റ ഓർമ്മ മതി, നീ രക്ഷപ്പെട്ടു. നിനക്ക് ഷഹീദിന്റെ കൂലി അള്ളാഹു നൽകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആ ഓർമ്മ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ ആരായിരുന്നു? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. പിന്നെ ഹാഫിളീങ്ങൾ, ഖുർആൻ പഠിച്ചവർ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത ചിലർക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ശഫാഅത്ത് പ്രവാചകന്മാരാണെങ്കിലും മലക്കുകളാണെങ്കിലും ആര് ശഫാഅത്ത് ചെയ്താലും അത് സ്വീകരിക്കണമെങ്കിൽ അള്ളാഹു തൃപ്തിപ്പെട്ടവർക്ക് മാത്രമേ അത് കഴിയൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടി മാത്രമേ പ്രവാചകന്മാരാണെങ്കിലും സത്യവിശ്വാസികളാണെങ്കിലും ശുഹദാക്കളാണെങ്കിലും മലക്കുകളാണെങ്കിലും ആര് ശഫാഅത്ത് ചെയ്താൽ ആ ശഫാഅത്ത് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അവന് അള്ളാഹു തൃപ്തിപ്പെട്ടവനായിരിക്കണം. ഈ ഇരിക്കുന്ന ഹാജിയാക്കന്മാര് 400 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി പെണ്ണുമ്പിള്ളയോ മക്കളെയോ കൂടപ്പുറപ്പുകളെ ആരെയെങ്കിലും ശഫാഅത്ത് ചെയ്യുമ്പോ അവർക്ക് പോകണമെങ്കിൽ അവരെ അള്ളാഹു ഇഷ്ടപ്പെട്ടിരിക്കണം, ഇല്ലാതെ പറ്റൂല. അള്ളാന്റെ ഖുർആൻ എടുത്ത് നോക്ക്, യൗമഇദിൻ ലാ യൻഫഉ ശഫാഅതു ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ വറളിയ ലഹു ഖൗലാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാ പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പടച്ചവനെ നിനക്ക് ശഫാഅത്ത് വേണമെങ്കിലും അല്ലാഹുവിന്റെ തൃപ്തി വേണം. ഈ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ തൃപ്തിയില്ലാതെ ഒരു മനുഷ്യനും ഒന്നും ചെയ്യാൻ കഴിയില്ല, അവന് രക്ഷപ്പെടാൻ കഴിയൂല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ തൃപ്തി നിങ്ങൾ കരസ്ഥമാക്കണേ. അല്ലാഹുവിന്റെ തൃപ്തി കിട്ടാനുള്ള വഴികളുണ്ട്. എന്ത് സൽക്കർമ്മം ചെയ്താലും നീ അല്ലാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് വേണം ചെയ്യാൻ. 2, അല്ലാഹു തൃപ്തിപ്പെടുന്ന കാര്യങ്ങളാണ് നീ നിന്റെ ജീവിതത്തിൽ ചെയ്യേണ്ടത്. 3, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, അല്ലാഹുവിന്റെ തൃപ്തി കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണം. നമ്മളെ കൊണ്ട് കഴിവിന്റെ പരമാവധി നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാ, പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അവിടുന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്, സുലൈമാൻ നബി അല്ലാഹുവിനോട് ദുആ ചെയ്തത് എങ്ങനെയെന്നറിയുമോ? ഖാല റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർദാ വഅദ്ഖിൽനി ബിറഹ്മതിക. നാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം സമ്പന്നനായ നബിയാണെന്ന് പടച്ചവനെ. എന്നിട്ട് പറയുകയാ, വഅൻ അഅമല സ്വാലിഹൻ തർദാ, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ എനിക്ക് നീ ഭാഗ്യം തരണേ അല്ലാ. നീ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ, നീ തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ നീ എനിക്ക് ഭാഗ്യം തരണേ അല്ലാ. എന്നിട്ടോ വഅദ്ഖിൽനി ബിറഹ്മതിക മിൻ ഇബാദിക സ്വാലിഹീൻ, നിന്റെ കാരുണ്യത്താൽ നീ ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ അല്ലാ എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം അവിടുന്ന് ദുആ ചെയ്തെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ വിവേക ബുദ്ധിയും പക്വതയും പാകതയും എത്തുന്ന പ്രായമാണ് 40 വയസ്സ്. സാധാരണ ഒരു മനുഷ്യനെ പോലെയല്ല. 40 വയസ്സെത്തി കഴിഞ്ഞാൽ ഒരു മനുഷ്യന് പക്വതയെത്തി, അവന് പാകതയെത്തി, അവനെല്ലാം പരിപൂർണമായി കഴിഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത് 40 വയസ്സ് കഴിഞ്ഞവന് ചെയ്യുന്ന തെറ്റിന് ഇരട്ടി ശിക്ഷയാ. സാധാരണ
49കാരനെ പോലെയല്ല, 25കാരനെ പോലെയല്ല, 18 വയസ്സുകാരനെ പോലെയല്ല. അവനൊരു തെറ്റ് ചെയ്താ പറയും അവന് പക്വതയെത്തിയില്ല, അവന് തമ്മീസായില്ല, അവന് ബോധം വന്നിട്ടില്ല. പക്ഷേ 40 വയസ്സുകാരൻ അങ്ങനെയല്ല, അവന് പക്വതയെത്തി, തെറ്റും ശരിയും മനസ്സിലാക്കാറുള്ള പ്രായമായി, അവൻ യഥാർത്ഥ യുവാവായി കഴിഞ്ഞു. അല്ലാഹുവേ, അതുകൊണ്ട് 40 വയസ്സ് ശരിയായ തന്നെ 40 വയസ്സ് ഏറ്റവും വലിയ സർവ്വതമ തികഞ്ഞതിന്റെ അടയാളമാ. അതുകൊണ്ട് മനുഷ്യനുണ്ടല്ലോ ഈ പ്രാർത്ഥന നടത്തണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ 40 വയസ്സ് കഴിഞ്ഞവരോട് നിങ്ങൾ ചെയ്യാൻ വേണ്ടി, നിങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി മുത്തുനബി പറഞ്ഞു തന്ന ദുആയാ റബ്ബനാ റബ്ബി. അവിടുന്ന് പടച്ചവനെ റബ്ബി റബ്ബി ഔസിഅനി അൻ അസ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർളാ വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. 40 വയസ്സ് കഴിഞ്ഞ ആണും പെണ്ണും, 40 വയസ്സ് കഴിഞ്ഞ ആണാകട്ടെ പെണ്ണാകട്ടെ, അവര് ദുആ ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവേ, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിന് ഞാൻ നിന്നോട് നന്ദി കാണിക്കുന്നവനും. പടച്ചവനെ, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാ നീ എനിക്ക് അല്ലാ ഭാഗ്യം തരണേ അല്ലാ. എന്നിട്ടോ വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി, എന്റെ സന്താനങ്ങളിൽ എനിക്ക് നന്മയുണ്ടാക്കി തരികയും ചെയ്യണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പറയുന്ന ഖുർആനിലെ ഈ ആയത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദുആ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓതണമെന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്നത് റബ്ബി റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർളാ വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സൂറത്തിലെ ഈ ആയത്ത് 40 വയസ്സ് കഴിഞ്ഞ ആണും പെണ്ണും എന്നും ഓതണമെന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി. മഹാനായ നബിയിന റസൂലുള്ളാഹി ഇൻഷാ അല്ലാഹ് ആയത്ത് ഏതാന്ന് വെച്ചാൽ ഇൻഷാ അല്ലാഹ് മുസമ്മിൽ ഉസ്താദിനോട് ചോദിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് അറിയേണ്ടവർ എഴുതിയെടുക്കണം ഈ ആയത്ത്. എന്റെ ഊഹം ശരിയാണെങ്കിൽ 15ാമത്തെ ജുസിലെങ്ങാണ്ടാണെന്ന് തോന്നുന്നു. സൂറത്തുൽ അഹ്കാഫിലാണ് ഈ ആയത്ത്. എന്റെ പ്രിയപ്പെട്ട 40 വയസ്സ് കഴിഞ്ഞ ആണും പെണ്ണും, എന്റെ പ്രഭാഷണം ലൈവായി കേൾക്കുന്ന 40 വയസ്സ് കഴിഞ്ഞ ആണും പെണ്ണും, സൂറത്തുൽ അഹ്കാഫിലെ ആയത്താണ് ഈ ആയത്ത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും എന്റെ പ്രിയപ്പെട്ടവരെ 40 45ാമത്തെ ആ സമയമാണ് ആയത്ത്. ഏകദേശം 46ാമത്തെ എങ്ങാണ്ട് ആയത്താണെന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് എന്റെ ഊഹം, അള്ളാഹു ഓർമ്മശക്തി നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെന്തായാലും 50 ആയത്തിന് താഴെയാണെന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് മുസമ്മിൽ നോക്കിയാൽ ഇൻഷാ അല്ലാഹ് ഈ ആയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ സൂറത്തുൽ അഹ്കാഫിലെ ഈ ആയത്ത് സെക്രട്ടറിയും പ്രസിഡന്റ് ഉൾപ്പെടെ സർവ്വ എണ്ണം ഇൻഷാ അല്ലാഹ് ഓതിക്കോണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. കാരണം ഓതാൻ പറഞ്ഞത് മഹാനായ നബിയിന റസൂലുള്ളാഹി.